ഹായ് കൂട്ടുകാരെ, മഹാഭാരത കഥകൾ ആരംഭിക്കുകയാണ്. 18 പർവ്വങ്ങളാണ് മഹാഭാരതത്തിൽ ഉള്ളത്. അതിൽ ആദ്യത്തെ പർവ്വമായ ആദിപർവ്വം മുതൽ നമുക്ക് തുടങ്ങാം. ആദിപർവ്വത്തിൽ സംഭവിച്ചിട്ടുള്ള കഥകളാണ് ഓരോന്നായി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. മഹാഭാരതം എന്ന മഹത് ഗ്രന്ഥത്തിൻ്റെ സൃഷ്ടാവായ വേദവ്യാസന്റെ കഥയാണ് ആദ്യമായി ഞാൻ പറയുന്നത്. മഹാഭാരതം രചിച്ച വേദവ്യാസൻ കൃഷ്ണദ്വൈപായനൻ എന്നും അറിയപ്പെടുന്നു. കൃഷ്ണന്റെ നിറവും ദ്വീപിൽ ജനിച്ചവനും ആയതുകൊണ്ടാണ് വ്യാസഭഗവാനെ കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്നത്. വസിഷ്ഠമുനിക്കും അരുന്ധതി ദേവിക്കും പിറന്ന പുത്രനാണ് ശാക്തിമുനി. ശാക്തിമുനിയുടെ പുത്രനാണ് പരാശരമുനി. പരാശരമുനിയുടെ പുത്രനത്രേ വേദവ്യാസൻ. വേദങ്ങൾ എഴുതി വെച്ചത് പരാശരമുനിയാണ്. വിഷ്ണു പുരാണവും പരാശരമുനിയാണ് എഴുതിയത്. പരാശരമുനിക്ക് എങ്ങനെയാണ് വേദവ്യാസൻ പിറന്നതെന്ന് പറയട്ടെ. യമുനാ നദിയിൽ ഒരു കടത്തുതോണിക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു മത്സ്യഗന്ധി. അതീവ സുന്ദരിയായ മനോഹരിയായ മത്സ്യഗന്ധിയെ എല്ലാവരും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. പത്നിയായി കിട്ടാൻ മോഹിച്ചു. അങ്ങനെയിരിക്കെ ഒരു യാഗത്തിനു വേണ്ടി പുറപ്പെട്ട നമ്മുടെ പരാശരമുനി ഈ മത്സ്യഗന്ധിയെ കാണുകയും അവളിൽ ആകൃഷ്ടനാവുകയും ചെയ്തു. ഭ്രമിച്ചുപോയ മുനി മത്സ്യഗന്ധിയോട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. അങ്ങനെ തോണിയിൽ കയറിയ പരാശരമുനി മത്സ്യഗന്ധിയോട് തൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ മത്സ്യഗന്ധി പറഞ്ഞു, ഇവിടെയെല്ലാം ആളുകളാണ്. ഞാൻ താങ്കളെ ഈ കടത്തുതോണിയിൽ കൊണ്ടുപോകുന്നത് ഇവരെല്ലാം കാണുന്നുണ്ട്. അങ്ങയുടെ ഇംഗിതം സാധ്യമാകുമ്പോൾ എല്ലാവരും നമ്മളെ കാണും. അതെനിക്കൊരു മോശപ്പേരല്ലേ? അപ്പോൾ പരാശരമുനി തൻ്റെ തപശക്തിയാൽ ഒരു പുകമറ സൃഷ്ടിക്കുകയും ആർക്കും ഇവരെ കാണാൻ കഴിയാതാവുകയും ചെയ്തു. ആ പുകമറ സൃഷ്ടിക്കുകയും അതിനുള്ളിൽ ആ തോണിയിൽ അവർ രണ്ടുപേർ മാത്രമാവുകയും അവർ രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ അവരുടെ ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. അങ്ങനെ ആ തോണി തുഴഞ്ഞ് ഒരു ദ്വീപിലെത്തുകയും ആ ദ്വീപിൽ കുറച്ചു കാലം അവർ രണ്ടുപേരും താമസിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്കൊരു പുത്രനുണ്ടായി. ആ പുത്രൻ അധികം ഉയരമില്ലാത്തവനും കറുത്തവനും സൗന്ദര്യമില്ലാത്തവനും ആയി. ആ പുത്രനാണ് വേദവ്യാസൻ. ജനിച്ചതും കൗമാരപ്രായത്തിനൊപ്പം അവൻ വളർന്നു. അത് കണ്ട അമ്മ ഭയങ്കര അത്ഭുതപ്പെട്ടു. അയ്യോ, നീ ഇത്രയും വലുതായോ ഇത്ര പെട്ടെന്ന്? നീ ഏതോ ഒരു ദിവ്യനായ ഒരു ആളായി തീരേണ്ടവനാണ്. അമ്മയുടെ പറച്ചിൽ കേട്ട് വേദവ്യാസൻ പറഞ്ഞു, അമ്മേ, അമ്മ ഭയപ്പെടേണ്ട. ഞാൻ അമ്മയുടെ ഒരു നല്ല പുത്രനാണ്. അങ്ങനെ വേദങ്ങൾ എഴുതിയ വ്യാസൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. വേദവ്യാസൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. സത്യവതി എന്നാണ് മത്സ്യഗന്ധി അറിയപ്പെട്ടത്. അങ്ങനെ വേദവ്യാസനെ പ്രസവിച്ചതുകൊണ്ട് മത്സ്യഗന്ധിയുടെ മത്സ്യഗന്ധം, മീനിൻ്റെ മണം മാറിക്കിട്ടുകയും സുഗന്ധമുള്ളവളായി തീരുകയും ചെയ്തു. മഹാ ഇതിഹാസമായ മഹാഭാരതം രചിക്കാൻ വേദങ്ങൾ എഴുതിയ വേദവ്യാസൻ ഇറങ്ങി പുറപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ കഥ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അത് രചിക്കണം. രചിക്കാനായി ഒരാളെ തിരഞ്ഞു നടക്കണം. അതിനായി വേദവ്യാസൻ പുറപ്പെടുകയാണ്. ഇപ്പം മഹാഭാരതത്തിൻ്റെ രചന എവിടെ തുടങ്ങുന്നു, ആരാണ് അത് എഴുതി നൽകിയത് എന്നീ കാര്യങ്ങളുമായി അടുത്ത ഭാഗത്ത് കാണാം. മഹാഭാരത കഥകളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.